ഓപ്പാമ്പ് ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ഓപ്പാമ്പിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ ടോപ്പിക്സ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതും എന്നാൽ സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോർഷനാണ് പീക്ക് ഡിറ്റക്ടർ. അതെങ്ങനെ ഈസിയായി 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എക്സാം പോയിന്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. AC വോൾട്ട് മീറ്റേഴ്സിന് സൈനുസോയിഡൽ വേവ് ഫോംസ് മാത്രമാണ് മെഷർ ചെയ്യാൻ പറ്റുക. അതായത് ഒരു സൈനുസോയിഡൽ സൈൻ ഷേപ്പിലുള്ള വേവ് ഫോമിൻ്റെ പീക്ക് വാല്യൂസ് മാത്രമാണ് മെഷർ ചെയ്യാൻ പറ്റുക. കാരണം വോൾട്ട് മീറ്ററിൻ്റെ ഉള്ളിൽ RMS വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾക്കറിയാം ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ നമ്മൾ നോൺ സൈനുസോയിഡൽ വേവ് ഫോംസ് ആയ സ്ക്വയർ വേവ്, ട്രയാങ്കുലർ വേവ് അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പീക്ക് വാല്യൂസ് ഒരു വോൾട്ട് മീറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ പീക്ക് ഡിറ്റക്ടറിൻ്റെ പർപ്പസ് വരുന്നത്. അപ്പോൾ പീക്ക് ഡിറ്റക്ടറിൻ്റെ യൂസ് തന്നെ അതിൻ്റെ പേരിൽ മെൻഷൻ ചെയ്യുന്ന പോലെ പീക്ക് വാല്യൂ കണ്ടുപിടിക്കുക. പക്ഷെ എന്തിൻ്റെയാണ്? നോൺ സൈനുസോയിഡൽ വേവ് ഫോം, സൈൻ ഷേപ്പിൽ ഉള്ളതല്ലാത്ത വേവ് ഫോംസിൻ്റെ പീക്ക് വാല്യൂ കണ്ടെത്താം. 771, 714 സീരീസിലുള്ള ഓപ്പാമ്പുകൾ പീക്ക് ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ അവരുടെ ഹൈ സ്പീഡും ഹൈ പ്രിസിഷനും ആണ്. പീക്ക് വാല്യൂ ഡിറ്റക്ട് ചെയ്യുമ്പോൾ നല്ല പ്രിസൈസ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ 2 സീരീസ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രിസിഷൻ റെക്ടിഫയറിൻ്റെ വർക്കിംഗ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാം. ഇവിടെ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത് സ്ക്വയർ പൾസ് ആണ്. ഇതൊരു വോൾട്ടേജ് ഫോളോവർ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദ സ്ക്വയർ പൾസ്. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ വോൾട്ടേജ് ഫോളോവർ ആയതുകൊണ്ട് ഈ പോസിറ്റീവ് തന്നെ ഇവിടെ വരും. അപ്പോൾ ഒരു ഡയോഡിൻ്റെ കേസിൽ ആനോഡിലേക്ക് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് ഫോർവേഡ് ബയാസ് ആയി. അപ്പോൾ D1 ഫോർവേഡ് ബയാസ്ഡ് ആയി. D2 എന്താണ്? പോസിറ്റീവിലേക്ക് കാഥോഡാണ് വരുന്നത്. സോ D2 ഈസ് റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഈ ഡയോഡ് ഫോർവേഡ് ബയാസ്ഡ് ആവും. ഇതിലൂടെ ഫ്ലോ ചെയ്ത് കപ്പാസിറ്റർ ചാർജ് ചെയ്യും. C ചാർജസ് എന്തുവരെ ചാർജ് ചെയ്യും? മാക്സിമം വോൾട്ടേജ് വരെ ചാർജ് ചെയ്യും. ടു VM അഥവാ നമ്മുടെ ഇൻപുട്ടിൻ്റെ പീക്ക് വാല്യൂ വരെ ചാർജ് ചെയ്യും. ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നോക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇവിടെ മൈനസ് ആയിരിക്കും വരിക, ഇവിടെ മൈനസ് ആണ് വരിക. അപ്പോൾ ഡയോഡ് D1 റിവേഴ്സ് ബയാസ്ഡ് ആവും. ഡയോഡ് D1 റിവേഴ്സ് ബയാസ്ഡ് ആവും. D2 ഫോർവേഡ് ബയാസ്ഡ് ആവും. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഗ്രൗണ്ട് ചെയ്ത് പോവുകയും ചെയ്യും. ഇതുവഴി ഫ്ലോ ചെയ്ത് ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ ഈ കപ്പാസിറ്റർ എന്ത് സംഭവിക്കും? കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവും. അപ്പോൾ ഡിസ്ചാർജ് ആവാനുള്ള പാത്ത് ഏതാണ്? ഈ ലോഡ് റെസിസ്റ്റർ വഴി കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവും. അപ്പോൾ ഇതാണ് ഒരു പീക്ക്. ഈ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ കപ്പാസിറ്ററിന് അക്രോസ് സ്റ്റോർ ചെയ്ത VM ആണ് ഇവിടെ നമുക്ക് കിട്ടുക. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഇൻപുട്ടിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയും എഴുതിയാൽ തന്നെ എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. പക്ഷേ ഇനി നിങ്ങളെ ഇൻഫോർമേഷന് വേണ്ടി വേറൊരു കാര്യം കൂടി പറയാം. അതായത് ഇപ്പോൾ നമ്മളൊരു ഷേപ്പ്ലെസ് ആയിട്ടുള്ളൊരു വേവ് ഫോമാണ് വിചാരിക്കുക. അതിൻ്റെ പീക്ക് വാല്യൂ ആണ് ഇപ്പോൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിനും നമുക്ക് പീക്ക് ഡിറ്റക്ടർ യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊരു നോൺ സൈനുസോയിഡൽ വേവ് ഫോം ആണല്ലോ. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ഹയസ്റ്റ് VM വരെ വരുമ്പോൾ ഇതിൻ്റെ ഈ പോസിറ്റീവ് വാല്യൂവിലേക്ക് വരുമ്പോൾ ഡയോഡ് D1 ഫോർവേഡ് ബയാസ് ആവും. കപ്പാസിറ്റർ അത് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്തിട്ട് ഒരു ബാറ്ററി പോലെ ആക്ട് ചെയ്യും. എന്നിട്ട് ഇൻപുട്ട് താഴോട്ട് കുറയുന്ന സമയത്ത് ഈ ഡയോഡ് റിവേഴ്സ് ബയാസ് ആവും. കപ്പാസിറ്റർ അവിടെ ഡിസ്ചാർജ് ആയി നിൽക്കും. അപ്പോൾ അതുവരെയുള്ള പീക്ക് വാല്യൂ റെക്കോർഡഡ് ആവും. പിന്നെ വീണ്ടും പോസിറ്റീവ് പീക്കിലേക്ക് പോകുമ്പോൾ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ആവും. അടുത്ത പോസിറ്റീവ് പീക്കാണ് അവിടെ കിട്ടുക. പിന്നെ ഈ പോസിറ്റീവ് പീക്ക് കിട്ടും. പിന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഈ പീക്ക് കിട്ടും. അപ്പോൾ ഈ ഔട്ട്പുട്ട് വാല്യൂസിൽ നിന്ന് മാക്സിമം പീക്ക് വോൾട്ടേജ് എത്രയാണോ അത് നമുക്ക് റെക്കോർഡിക്കലി ഒബ്റ്റെയിൻ ചെയ്യും. ഈ രീതിക്കാണ് ഒരു പീക്ക് ഡിറ്റക്ടർ വർക്ക് ചെയ്യുന്നത്.